അകത്ത് കയറാൻ പറ്റത്തില്ല സാറേ. ഹെലികോപ്റ്ററിന്റെ എഞ്ചിനീയർ വെങ്കടി സാർ പറഞ്ഞിട്ട് വന്നിരിക്കുക. ബ്രോക്കർ ദിനകരൻ വന്നിരിക്കുന്നു. ഒന്ന് സാർ എന്നൊന്ന് പറഞ്ഞാ മതി. പൈലറ്റ്സിനെ കാണണമെന്ന് പറഞ്ഞ് വന്നിരിക്കുക. പൈലറ്റ്സിനെ കാണണമെങ്കിൽ അങ്ങ് ഗേറ്റിന് പുറത്ത് വെച്ച് കണ്ടോണം. നിന്നെ പോലെയുള്ള ബ്രോക്കർമാർക്കും വായി നോക്കിയേക്കും കയറി ഇറങ്ങി നിരങ്ങാനുള്ള സ്ഥലമല്ല ഈ ഹിൽവാരി ക്ലബ്ബ്. ഇതിന്റെ മുറ്റത്ത് കാലുകുത്തണമെങ്കിൽ ആദ്യം ഈ ക്ലബ്ബിൽ അംഗമാകണം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ക്ലബ്ബിൽ അംഗമായിരിക്കണം. അംഗമാണ് സാർ. എവിടാ? ഞങ്ങളുടെ വീടിനടുത്തുള്ള ജവഹർ സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബ്ബിൽ അംഗമാണ് സാർ ഞാൻ. ഡോക്ടേഴ്സിനും എഞ്ചിനീയേഴ്സിനും പ്ലാന്റേഴ്സിനും വേണ്ടിയുള്ള ക്ലബ്ബായത്. ഇവിടെ ചില നിയമങ്ങളൊക്കെ ഉണ്ട്. ഒന്നാമത്, ഇതിനകത്ത് മുണ്ടുടുത്തോണ്ട് കയറാൻ പാടില്ല. ഓഹോ, എന്നാ ഒരു കാര്യം ചെയ്യാം. ഞാൻ പോയിട്ട് സാറിനെ പോലെ വലിയൊരു അണ്ടർവെയർ ഇട്ടോണ്ട് വരാം. ഞാൻ പോയേക്കാം സാറേ. വാ കീറിയ ദൈവം വയറ്റിനും തരാതിരിക്കത്തില്ല. അണ്ടർവെയർ സംസ്കാരം. 12 മണിക്ക് മുമ്പ് എനിക്ക് ബാങ്കിലെത്തണം. അത് കഴിഞ്ഞാൽ ബാങ്കിൽ ടി എടുക്കില്ല. ചെവിക്കല്ല് പൊട്ടിപ്പോയ ശാണ്ടി 400 ഏക്കർ, അലക്സ് 300. മണ്ണാൻ കട്ട. ഇന്ന് എനിക്ക് തരാമെന്ന് ഏറ്റ കാശ് തരുന്നോ ഇല്ലയോ? ഇന്നോ? പിന്നെന്നാ? ദേ മനുഷ്യ, ഇയാൾ ഏറ്റവും അനുസരിച്ചാ ഞാൻ വക്കീലിന് വാക്ക് കൊടുത്തത്. ഒരു വാക്കല്ലേ, അതങ്ങ് മാറ്റി പറഞ്ഞാൽ മതി. ഇയാളെന്താ തമാശ കളിക്കുക? എന്ന് വെച്ചാൽ ഈ ഊപ്പ മുതലാളിമാരെ അഡ്വാൻസ് തരാതെ എന്റെ എവിടുന്നാടോ കാശ്? അഡ്വാൻസ് ചോദിച്ചോ? ചോദിക്കാതെ തരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. എന്ത് ചെയ്യുമെന്ന് പറ. ഞാൻ തീ ചവിട്ടി നിൽക്കുകയാണെന്ന് നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ? താൻ തീയിൽ ചവിട്ടിയിട്ടല്ലേ ഉള്ളൂ. ഞാൻ തീയിൽ ദഹിച്ചുകൊണ്ടിരിക്കുക. മറ്റുള്ളവരുടെ കണ്ണിലെ ഞാൻ ഹെലികോപ്റ്റർ മുതലാളിയാ. പക്ഷെ 9 ലക്ഷവും അതിന്റെ പലിശ അടുത്ത മാസം കൊടുത്തില്ലേലും മാർവാടി കോപ്റ്റർ കൊണ്ടുപോകും. പിന്നെ അന്ന് തൊട്ട് വീട്ടിൽ റെയിൽവേ സ്റ്റേഷന്റെ മുമ്പിൽ തനിക്കെന്നെ കാണാം, പിച്ചക്കാരുടെ കൂട്ടത്തിൽ. അത്രയല്ലേ ഉള്ളൂ. അഡ്വക്കേറ്റ് കോടതിയിൽ ഹാജരായില്ലെങ്കിലേ തനിക്കെന്നെ കാണാനേ കിട്ടത്തില്ല. ഞാൻ ഇരുമ്പഴിക്കകത്തായിരിക്കും. അഡ്വക്കേറ്റ് ഹാജരായാലും താനകത്താ. പറയുന്നത് കൊണ്ടൊന്നും വിചാരിക്കരുത്. താനൊരു കൊലപ്പുള്ളിയാണെന്ന് അറിഞ്ഞിട്ടും തന്നെ ഞാൻ ജോലിക്കെടുത്തു. ആ നന്ദി പോലും. എന്തിനു നന്ദി? എന്റെ ഗതികേടിന് പാതി ശമ്പളത്തിന് ഞാൻ ജോലിക്ക് വന്നു. എന്റെ സാഹചര്യം ഇയാൾ മുതലെടുക്കായിരുന്നില്ലേ? അതുമാത്രം പറയരുത്. ഹെലികോപ്റ്ററിന്റെ കടം തീർന്നാൽ ഉടനെ ഇന്ത്യയിലെ മറ്റേത് പൈലറ്റ് വാങ്ങിക്കുന്നതിൽ ശമ്പളം തനിക്ക് ഞാൻ തരും. കടം തീർന്നാലല്ലേ? അത് വിട്. ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? തുരിശടി തുടങ്ങി കഴിഞ്ഞിട്ട് കാശ് നമുക്ക് സംഘടിപ്പിക്കാം. അതേ നിവൃത്തിയുള്ളൂ. പിന്നെ മാനേജർ എന്നെ കണ്ട കുഴപ്പം. വിഷയമൊക്കെ ഞാൻ ആ കത്തിലെത്തിയിട്ടുണ്ട്. ഞാൻ അപ്പുറത്ത് കാത്തിക്കാം. വേണ്ട കേട്ടോ. പൈലറ്റ് സാറന്മാരെ, വെങ്കടി സാറ് നിങ്ങളെ കുറിച്ചെല്ലാം പറഞ്ഞു. എന്ത്? നല്ല കിളുന്ന് പെമ്പിള്ളേരുണ്ട്, താല്പര്യമുണ്ടെന്നറിയാം. ഉടൻ ബന്ധപ്പെടുക. ബ്രോക്കർ ദിനകരൻ. റബ്ബറിനേക്കാൾ വില കുറഞ്ഞു ഇവിടുത്തെ മനുഷ്യർക്ക്. അല്ല, ഈ വെങ്കിടി എന്താ നമ്മളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്? നമ്മൾ പെമ്പിള്ളേരെ തപ്പി നടക്കുന്നവരാണെന്നോ? വെങ്കിടി ഒരിക്കലും അങ്ങനെ പറയില്ല. ഇത് വായിച്ചില്ലേ മനുഷ്യ? വെങ്കിടി അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ പട്ടാപ്പകലൊരു ബ്രോക്കർ ഇങ്ങനൊരു കത്തെഴുതിയിടുവോ? ഈ നാട് ഇത്രയും നശിച്ചു ഒന്നാണെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. ഇതങ്ങനെ വിട്ടാ പറ്റില്ല. പാവ സ്ത്രീകൾ ചിലപ്പോ പട്ടിണി കാരണമായിരിക്കാം. എന്നാലും ബോബി, നമ്മൾ ഈ നാട് നന്നാക്കിയിട്ടേ ഇവിടുന്ന് പോകും. നമ്മള് വേണ്ട, നമ്മൾ മാത്രം മതി. പക്ഷെ ഒരു കാര്യം, തുരിശടി കഴിഞ്ഞ് എന്റെ കണക്ക് തീർത്ത് എന്നെ പറഞ്ഞ് വിട്ടിട്ട് മതി നാട് നന്നാക്കൽ. അതല്ല അതിന് മുമ്പാണ് നന്നാക്കൽ പരിപാടിയെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ വിടും. അതൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാൻ. ഞാൻ തെണ്ടി ബ്രോക്കർ എന്ന് കണ്ടിട്ട് വരാം. ദേ റോബി, ഞാൻ വോൺ ചെയ്യാണ്. വേണ്ട, ആവശ്യമില്ലാത്ത കാര്യത്തിൽ തലയിടണ്ട. ഇതിലൊക്കെ ഇടപെട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാണോ ഈ തല? എങ്കിൽ കൊണ്ട് ചെല്ല്. മറ്റേ പൈലറ്റ് സാറെന്തി സാറേ? എന്താ, ഞാൻ പോരുന്നുണ്ടോ? അല്ല, 2 സാറന്മാരെ ഉദ്ദേശിച്ചാണ് ഞാൻ. അയാളെ ഇതിനൊന്നും കൊള്ളുകയില്ല. എന്താ ഇയാളുടെ പേര്? ഞാൻ ദിനകരൻ. ഈ നാട്ടില് നിലയും വിലയുമുള്ള ഏക ബ്രോക്കറാ സാറേ ഞാൻ. തന്റെ കയ്യിൽ ഇപ്പൊ എത്ര പെമ്പിള്ളേരുണ്ട്? സാറിന് എത്ര പെമ്പിള്ളാരെ വേണം? കോളേജ് കുമാരിമാര്, പഠിത്തം കഴിഞ്ഞു നിൽക്കുന്നത്, സ്വത്തും പണവുമുള്ള വലിയ വീട്ടിലെ പെമ്പിള്ളാര്. വലിയ വീട്ടിലെ പെമ്പിള്ളേര് ഇതിന് തയ്യാറാണോ? പിന്നെ പൈലറ്റ് സാറന്മാരെന്ന് കേട്ടപ്പോ തന്നെ പെമ്പിള്ളാരിന്റെ ഹാലിളവി നിൽക്കുമല്ലോ സാറേ. എല്ലാത്തിനെയും കണ്ടിട്ട് സാറിന് ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന് ദിനകരനോട് പറ. ഓഹോ, അപ്പൊ ഈ കാശിന്റെ കാര്യമൊക്കെ എങ്ങനെയാ? കാശൊന്നും ഒരു പ്രശ്നമല്ല സാറേ. സാർ എന്ത് കാശ് തീരുമാനിച്ചാലും അത് ഓക്കെ. അതെ, എപ്പോഴായിരിക്കും സൗകര്യം? ഈ തുരിശടി ഒന്ന് കഴിഞ്ഞോട്ടെ, എന്നിട്ട് നമുക്കൊരു ഇറക്കം കറങ്ങാം. എന്താ? എല്ലാം സാറിന്റെ ഇഷ്ടം. പക്ഷെ ഒരപേക്ഷ മാത്രമേ ഉള്ളൂ സാറേ.
മറ്റ് ബ്രോക്കർമാർ വരുമ്പോ സാറ് സഹകരിക്കരുത്. ഒക്കെ പറ്റിപ്പാ സാറേ. തന്നെയും തന്റെ പെമ്പിള്ളേരെയും കൈകാര്യം ചെയ്തിട്ട് മറ്റേത് കേസും ഞാൻ ഏറ്റെടുക്കൂ. അത് മതി സാർ, മതി. സുസിലിയേ, കെട്ടിയവന് കടം കയറിയപ്പം വിളിച്ചാ വിളിയും കേൾക്കാതായോ? എടി കട്ടൻ കാപ്പി ആയില്ലയോ? എടി എന്നാ അടുപ്പ് കത്തിച്ചില്ലയോ? വെള്ളം തിളച്ചില്ലയോ? കാപ്പിപ്പൊടി ഇല്ലയോ? കൈ കുരുവാന്നോ ഇച്ചിരി കാപ്പി ഇടാൻ? ചൊറിയാൻ തോന്നുമ്പോ ചൊറിഞ്ഞില്ല പിന്നെ എന്നെ നാടി ഒരു സുഖം. തൊണ്ട നനത്താൻ ഇച്ചിരി കാപ്പി ആടി. ചൂടുവെള്ളത്തിൽ ഇച്ചിരി കാപ്പിപ്പൊടി രണ്ടെന്നുള്ള തുരിച്ചിട്ട് തരാം, മതിയാ? അത് നിന്റെ അപ്പൻ വെടിക്കുഴി മാത്തന്റെ അണ്ണാക്കി കൊണ്ടുവച്ചോട്. അതിന് പാലാവരെ പോവണ്ടായോ? അതിന് എളുപ്പം നിങ്ങളുടെ അപ്പൻ കൊണ്ട് കൊടുക്കുന്നതാ. അങ്ങനെ കണ്ടു കൊടുത്ത സെമിത്തേരി കൊണ്ട് ഒഴിച്ചാൽ മതി. എന്നാ ഒരു കാര്യം ചെയ്യും, ബാങ്കുകാരെന്നെ അന്വേഷിച്ച് വരുന്നതിന് മുമ്പ് കഞ്ഞിക്കലത്ത് തുരിശി അലക്കി നമുക്ക് 300 കൂടി സേവിച്ചേച്ച് എന്റെ അപ്പന്റെ കുഴി ചെന്ന് കിടക്കാം. അതാ നല്ലത്. ആ സത്ത പോടി അവിടെ. അപ്പച്ചാ, കൊടുക്കാനുള്ള കാശ് കൊടുത്തില്ലെങ്കിൽ ഇനി പാല് തരില്ലെന്ന് പറഞ്ഞു. അപ്പച്ചാ നാളെ മുതൽ പേപ്പറും വായിക്കണ്ട. അപ്പച്ച, ഈ റാഞ്ചി എന്ന് പറയുന്നതിന്റെ ശരിക്കുള്ള അർത്ഥം എന്നതാ? റാഞ്ചലിന് പല പല അർത്ഥങ്ങളുണ്ട് മോനെ. പറമ്പിൽ തീറ്റ തിന്നാൻ പോയ കോഴിക്കുഞ്ഞിനെ പരുന്ത് പറന്നു വന്ന റാഞ്ചി. പാലായിൽ പണ്ട് തുരിശടിക്കാൻ പോയ നിന്റെ അപ്പച്ചനെ നിന്റെ അമ്മച്ചി കണ്ണും കൈയും കാണിച്ച് റാഞ്ചി. പാങ്ങില്ലാതെ കാര്യം സാധിക്കാൻ സർക്കാർ ഓഫീസിൽ പോയവനെ ഉദ്യോഗസ്ഥന്മാര് പോക്കറ്റ് റാഞ്ചി. അതൊന്നും അല്ല അപ്പച്ച, വിമാനം റാഞ്ചി പേപ്പറിലുണ്ട്. ഇന്ത്യൻ വിമാനം റാഞ്ചി UAE ഇറക്കി. ഇന്ത്യൻ വിമാനം റാഞ്ചി UAE. സുസിലിയെ, കഞ്ഞിക്കലത്തി തുരിശേലക്കാൻ വരട്ടെ. ആരും അനങ്ങിപ്പോരുത്. ഞാൻ പറയുന്ന പോലെ അനുസരിച്ചില്ലെങ്കിൽ റബ്ബർ ടാപ്പ് ചെയ്യുന്ന പോലെ ടാപ്പ് ചെയ്ത് കളയും. എല്ലാവരും ആയുധങ്ങൾ താഴെ ഇടുക. അതിന് ആരുടെ കയ്യിലും ആയുധങ്ങൾ ഇല്ലല്ലോ. ഇല്ലേ? ഇല്ലെങ്കിൽ വേണ്ട. എല്ലാവരും കൈകൾ ഉയർത്തി മുന്നോട്ട് വരട്ടെ. ഓടാനോ എതിർക്കാനോ ശ്രമിച്ചാൽ അതിന്റെ പ്രത്യാഘാതങ്ങൾ അതിരൂക്ഷമായി. അയ്യോ, ആരും ഓടൂല്ല. ഇത് ടാപ്പും കത്തിയാണ്, നല്ല മൂർച്ചയാണ്. സ്വല്പം മാറ്റി പിടിക്കണേ. അയ്യോ താക്കുചേട്ടാ, അവരൊന്നും ചെയ്യരുതേ. എല്ലാത്തിനെയും നുറുക്കിക്കളയും ഞാൻ. എടാ തുമ്മ ഓടല്ലേ, എന്റെ തല പോകും. എന്നാലും എന്റെ തല പോകില്ലല്ലോ. ഇനി ആരും ഓടരുത്. തോട്ട മത്സരമല്ല. പുറകിലൊരു വേതാളവും താഴെ പാതാളവും. താക്കുചേട്ടാ, അവര് ഒന്നും ചെയ്യരുത്. അതെന്ത് ന്യായം? ഡിമാൻഡുകൾ അംഗീകരിക്കാതെ ബന്ദികളെ വിട്ടയക്കാനോ? സാധ്യമല്ല. എന്താ ഡിമാൻഡ്? അത് പറയാം. അതിനു മുമ്പ് ഹെലികോപ്റ്റർ ഇവിടെ വരുത്തിച്ച ബൂർഷ്വാ മുതലാളിമാരും അത് കൊണ്ടുവന്ന പൈലറ്റുമാരൂടെ വരട്ടെ. അവര് വരുമോ? വരും, വരുത്തി തരാം. അയ്യോ അയ്യോ. ആ തുരിശി ചാക്കോ വെങ്കടി സാറിന്റെ കഴുത്തിൽ കത്തിയും വെച്ച് ഇപ്പൊ തട്ടിക്കളയെന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് നിൽക്കുക. എവിടെ? അവിടെ. എവിടെയാണ്? താ വണ്ടിയിലോട്ട് കയറി. അടുത്തൊരു അമ്പലത്തിൽ പൂജയുണ്ട്, അത് കഴിഞ്ഞിട്ട് വന്നാ പോരെ. വണ്ടിയിലോട്ട് കയറാൻ. ഞാൻ ഓടിയത് വെറുതെ എന്റെ ജമ്മം പാടി. ചാക്കോ, അവരെ ഉപദ്രവിക്കരുത്. ഒരടി മുന്നോട്ട് വെക്കരുത്. തട്ടിക്കളയും ഞാൻ. കടും വട്ടി വെട്ടും. അടങ്ങി ചാക്കോ, എല്ലാത്തിനും നമുക്ക് സമാധാനം ഉണ്ടാക്കാം. ഉണ്ട്. എന്റെ കൂടെ സമരം ചെയ്യാനുണ്ടായിരുന്ന എംബോക്കളെ നക്കാപ്പിച്ചോടുത്ത് നിങ്ങൾ ഒതുക്കിയ പോലെ ഈ ചാക്കോയെ ഒതുക്കാൻ നോക്കണ്ട. പിന്നെ തനിക്ക് എന്നതാ വേണ്ടതെന്ന് പറ. ഒരു കാര്യം ചെയ്, നിങ്ങൾ മുതലാളിമാരെല്ലാരും ചേർന്ന് എനിക്ക് ഇതുപോലൊരു ഹെലികോപ്റ്റർ മേടിച്ചതാ. ഞാൻ നിങ്ങൾക്ക് ചീപ്പ് റേറ്റിന് തുരിശടിച്ചു തരാം. ആദ്യം താൻ അവരെ വിട്, എന്നിട്ട് നമുക്ക് ആലോചിക്കാം. അത് തൽക്കാലം വേണ്ട മുതലാളി. ആ പൈലറ്റുമാരൊന്നും വന്നോട്ടെ. അവന്മാരുമായിട്ട് ഈ ചാക്കോയ്ക്ക് സ്വല്പം കണക്ക് തീർക്കാറുണ്ട്. എന്താ അവന് ഇളകി നിൽക്കുക? പൈലറ്റേ വാ. ചാക്കോ, എന്താ പ്രശ്നം? എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് സംസാരിച്ച് തീർക്കാം. ആദ്യം എന്നെ പരസ്യമായി തല്ലിയ ഈ ഹെലികോപ്റ്ററിന്റെ ഓണർ ആ കൂലിയെ എന്റെ മുമ്പിലോട്ട് പറഞ്ഞു വിടും. അവൻ പരസ്യമായിട്ട് എന്റെ കാല് പിടിച്ച് മാപ്പ് പറഞ്ഞാൽ നമുക്ക് സന്ധി സംഭാഷണം. ഇല്ലെങ്കിൽ അയ്യോ വേണ്ട. തൽക്കാലം റോബി അങ്ങോട്ട് ചെന്നില്ലെങ്കിൽ ആ പട്ടരെ അയാൾ കൊല്ലും. ചെല്ല്.
വാടാ കൂരി വാ. ചാക്കോ ചാക്കോട് ഞാനൊന്ന് ചാക്കോ തല്ലിയെങ്കിലും എനിക്കൊരു ദേഷ്യമില്ല. ചാക്കോ എന്റെ സ്വന്തം സഹോദരനെ പോലെ. ആണോ? എങ്കിൽ അടുത്ത് വാ സഹോദരാ, ഞാൻ നിന്നെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ തരട്ടെ. നിനക്കല്ല. നീ ഒന്ന് ചുമ്മാരടി സിസിലി. യവന്മാരെ കൊണ്ട് പരസ്യമായി മാപ്പി ഒഴിപ്പിച്ചിട്ട് മേക്കാര്യം. വാ വാ വാ. അല്ലയോ ജനസമൂഹമേ, ഞാൻ ഈ കൂലി കോപ്പനെ കൊണ്ട് ഹെലികോപ്റ്റർ മേളിലോട്ട് പറക്കും. എന്നിട്ട് അവന്റെ പാരച്യൂട്ട് എടുത്ത് ഞാൻ അരയിക്കെട്ടും. എന്നിട്ട് ഹെലികോപ്റ്ററിന്റെ മോട്ടോർ ഓഫ് ചെയ്ത് താക്കോല് താഴോട്ടിടും. ഞാൻ സേഫ് ആയിട്ട് ഫ്ലിസ്കോന്ന് ഭൂമിയിലേക്ക് ചാടും. ഇവന് ഹെലികോപ്റ്റർ ആകാശത്ത് കണ്ട പുക. അവിടെ അവിടെ ഇപ്പൊ മനസ്സിലായല്ലോ എന്റെ പ്ലാൻ. മാപ്പ് പറയടാ. അടുക്കരുത്. ഇത് കണ്ടോ? മനുഷ്യ ബോംബ്. എന്നോട് കളിച്ചാൽ ഈ ഹെലികോപ്റ്റർ അടക്കം. വേണ്ട, ബോംബൊന്നും വേണ്ട. ഞങ്ങൾ അറിയാതെ ചെയ്തു പോയ തെറ്റുകൾക്ക് ഞാൻ മാപ്പി ചോദിക്കാം. കാല് പിടിച്ച് മാപ്പി ചോദിക്കണം. വേണം. ഇവരെല്ലാരും കാണുക പരസ്യമായി കാല് പിടിച്ച് മാപ്പ് ചോദിക്കണം. എല്ലാരും കാണുക പരസ്യമായി ഞാൻ കാല് പിടിച്ച് മാപ്പി ചോദിക്കുകയാണ്. ഒന്നും ചെയ്യരുത്. തലയ്ക്ക് സ്ഥിരമില്ലാത്തയാളാ. ധ്യാനത്തിന് കൊണ്ടുക്കളാമേ. തലയ്ക്ക് സ്ഥിരമില്ലാത്ത നിന്റെ അപ്പനാടി. മനുഷ്യ എന്റെ അമ്മച്ചിന് കമ്പിളി എടുത്തോണ്ട് വെളുപ്പിനെ കെട്ടിയ സ്ഥിതിയിലായിരുന്ന മനുഷ്യ. ഇതിവിടെ കൊണ്ടൊന്നും തീരൂല. ഇതാണ് ഒട്ടുപാൽ റബ്ബർ ബോംബ്. അവന്റെ ഒരു ബോംബ്. എടി, കെട്ടിയോനൊത്ത് കാറയിലും ജീപ്പിലും ഒക്കെ പോകാനല്ലേ ഹൈറേഞ്ചിലുള്ള മറ്റു പെമ്പിളർക്ക് പറ്റത്തുള്ളൂ. നിനക്ക് ഈ കെട്ടൊന്ന് കഴിഞ്ഞാ കെട്ടിയോനൊത്ത് ആകാശത്തൂടെ പറന്നൂടെ? ദേ മോളെ, അതൊന്ന് മനസ്സിൽ കണ്ടു നോക്കിയേ. പിന്നെ ഈ ഹൈറേഞ്ചില് നമ്മുടെ വില എന്നതാ? 10ാം ക്ലാസ്സിൽ തോറ്റ കെട്ടിച്ചു വിടുമെന്ന് എന്റെ അപ്പം പറയുന്നത് കേട്ട് 10ാം ക്ലാസ്സിൽ തോറ്റവളാ ഞാൻ. ദേ, പെമ്പിള്ളാർക്ക് കെട്ട് അതിൻ്റെതായ സമയത്ത് നടക്കണം. എനിക്ക് മാനത്തോടൊന്നും പറക്കണ്ട, താഴത്തോടെ നടന്നാ മതി. ഈ പൈലറ്റാണ് ലോകത്തെ ഏറ്റവും വലിയ ആള്. അതിനപ്പുറത്ത് ആരുമില്ലേ? ഇല്ലടി. ദേ, മറ്റുള്ളവരെക്കാളൊക്കെ ഉയരത്തിൽ പറക്കാൻ കഴിയുന്നവനാ ഏറ്റവും വലിയവൻ. അധികം നേളിക്കണ്ട. നീ ആരെ കെട്ടണോന്നൊക്കെ ഞങ്ങൾ തീരുമാനിക്കും. അത് കേട്ടങ്ങ് അനുസരിച്ചേച്ചാ മതി. എന്നാ മമ്മി തന്നെ അങ്ങ് കെട്ടത്തേ ഉള്ളൂ. നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഇപ്പൊ കെട്ട് കഴിഞ്ഞേനെ. അവര് വന്നെന്ന് തോന്നുന്നു. അപ്പൊ ഇതാണല്ലേ ബ്രോത്തൽ ഹൗസ്? അതെ, വലിയ പേര് കേട്ടതാ. അത് സ്വാഭാവികം. ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ അല്ലേ സാറിനെ പോലുള്ളവരെ ഞാൻ കൊണ്ടുവന്ന് കേട്ടു. മന്ത്രിമാർക്കും വലിയ വലിയ VIP-സിനൊക്കെ ബന്ധമുള്ള വീടാ. വാ വാ. എന്നാ ദിനകര താമസിച്ചേ? ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു. വാ. മോളുടെ അമ്മാവനാ. എല്ലാ കാര്യത്തിനും പുള്ളിക്കാരന്റെ ഒരു മേൽനോട്ടം ഉണ്ടാകും ഇവിടെ. പട്ടാളത്തിലായിരുന്നു. വന്ന കാലിൽ ഇങ്ങനെ നിൽക്കാതെ മോനങ്ങോട്ടിരിക്കേ. റോബി മോന് വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അങ്ങനെ പ്രത്യേകിച്ച് ആരുമില്ല. അപ്പനും അമ്മയൊക്കെ? ഇല്ല, രണ്ടുപേരും മരിച്ചുപോയി. ഇപ്പോ ആരും ജീവിച്ചിരിപ്പില്ല. ഇത് ഞാൻ കേട്ടോ. നമ്മുടെ മോള് രക്ഷപ്പെട്ടു. അവളോട് പോരിടാൻ അമ്മായിയമ്മ നാത്തൂനൊന്നും ഇല്ല. കൊച്ചുവർത്താനം പറഞ്ഞ നേരങ്ങളെ പാർട്ടിയെ കാണിക്കാൻ പറ. റോബി മോൻ എന്നതാ ദിനകരായി പറയുന്നേ? നമുക്കിനി കാര്യത്തിലേക്ക് കടക്കാമെന്ന് പറയുമായിരുന്നു. സാറിന് പോവാൻ ധൃതി കൊണ്ടെന്നേ. അല്ല, കളിക്കാൻ പോയ ശമ്പളം എന്നാ തടയും? അതെ, ഒരു ചെറിയ പ്രശ്നം. എന്താ? കൊച്ചു സ്വല്പം ഉടക്കില്ല. ഓ, ചുമ്മാ പേടിച്ചിട്ടാ. പൈലറ്റ് എന്നൊക്കെ കേട്ടപ്പോ അവളൊക്കെ പേടിച്ചു പോയി. പ്രായക്കുറവിൻ്റെതാ. ഞങ്ങൾ അങ്ങ് നിർബന്ധിച്ചതുകൊണ്ട് സമ്മതിച്ചില്ല എന്ന മട്ടില അവള്. മോനൊരു തഞ്ചത്തിലും ഏനത്തിലും ഒക്കെ അങ്ങ് പെരുമാറിയ അവള് സമ്മതിക്കും, അത് ഉറപ്പാ. ഓക്കേ, ലെറ്റ് മീ ട്രൈ മൈ ബെസ്റ്റ്. അവള് ശോഭകേട് പറയുന്ന എന്റെ പേടി. മോളിക്കുട്ടി ഒന്നും പറയുകയില്ല. അവളെ അവൻ മെരിക്കും. കണ്ടാൽ അറിയാം അവൻ നല്ലൊരു പാപ്പാനാ. അയാള് പാപ്പാനല്ല, പൈലറ്റാ മാമച്ചാച്ച. കുട്ടിയുടെ ജീവിതം പോലെ തന്നെ അപശ്രുതിയാണ് ഇതിന്ന് വരുന്നത്. ഇത്രയൊക്കെ ജീവിത സൗകര്യങ്ങൾ ഉണ്ടായിട്ടും ഏത് സാഹചര്യത്തിലാണ് ആദ്യമായി, എന്ന് വെച്ചാൽ ഏറ്റവും ആദ്യമായി കുട്ടി ഈ വഴിയിൽ കാലിടറി വീണത്? പറയൂ. എന്താ ചോദിച്ചെന്ന് എനിക്ക് മനസ്സിലായില്ല.
ഇതിൽ കൂടുതൽ വ്യക്തമായി പറയാൻ എന്റെ മാന്യത എന്നെ അനുവദിക്കുന്നില്ല. ഐ എം റോബി റോബിൻസൺ ക്രൂസോ. കുട്ടിയുടെ സ്വന്തം ഇഷ്ടത്തോടെ തന്നെയാണോ ഈ ഏർപ്പാട്? അല്ല, അപ്പച്ചനും അമ്മച്ചി നിർബന്ധിച്ചിട്ടാ. ഓ ഗോഡ്, സ്വന്തം അപ്പച്ചനും അമ്മച്ചിയും? സ്വന്തം അല്ലാതെ പിന്നെ അപ്പച്ചനും അമ്മച്ചി വാടക കിട്ടോ? മിസ്റ്റർ, എനിക്കൊരാളെ ഇഷ്ടമാണ്. What a pity. മനസ്സൊരു പുരുഷനും ശരീരം പല പുരുഷന്മാർക്കും കൊടുക്കുക. What do you mean? Yes, I mean it. ശരീരം കൊണ്ടൊരു വേശ്യയാണെങ്കിലും മനസ്സുകൊണ്ട് അങ്ങനെ ആവാതിരുന്നത് നന്നായി. You scoundrel! അകത്താരാ പടക്കം പൊട്ടിക്കുന്നേ? എന്നതാ എന്നതാ? അപ്പച്ച, ആരാ അയാള്? എന്തിനാ ഭ്രാന്തന്റെ മുറിയിലേക്ക് എന്നതാ വിടുന്നത്? മോളെ? പൈലറ്റ് പെണ്ണാണ് വന്നതല്ല, അതുകൊണ്ട് എന്നെ കിട്ടുമെന്ന് അറിയാൻ വന്നതാ. ആരും ഞാനോ? തെറ്റായ മാർഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു കുട്ടിയെ ഒന്ന് ഉപദേശിക്കാറുണ്ട്. എന്റെ പാറേ മാതാവേ, എന്നതാ ഞാൻ കേട്ടത്? അടിക്കടായി കരിമല്ലേ പറയില്ലേ ഈപ്പച്ച കൊല്ലപ്പ തങ്കച്ച ഓടി വാടാ ഇവനെ പിടിച്ച് കെട്ടണം ഇവിടെ. വാടാ, കണ്ടോടാ, എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാ കേട്ടിട്ട് എന്തുവേണേ ചെയ്തോ. നീ ഒന്നും പറയണടാ. ഈ കാണുന്ന റബ്ബറൊക്കെ നിന്നെ പോലെ ഉള്ളവന്മാര് വന്ന് തുരിച്ച് തൂറ്റിച്ചോണ്ട് അല്ലടാ ഉവ്വേ മുറ്റി വളരുന്നേ. ഇതുപോലെ പോക്കിരിത്തരം കാണിക്കണവന്മാരെ ഓരോരുത്തരായിട്ട് വെട്ടി നുറുക്കി റബ്ബറിന് അടിയോളായിട്ടുണ്ടാ വയ്ക്കടാ മാമച്ചാ വെടി. അതിനു മുമ്പ് ഞാൻ പറയുന്നു, അയ്യോ എന്റെ പൊന്നു കുരിയച്ചായ തുറന്നു പറഞ്ഞ അവനെ ഭ്രാന്ത, കൂടെ ചുഴലിയും ഒന്നും ബോധത്തോടുകൂടി പറയുന്നതും ചെയ്യുന്നൊന്നും അല്ല. ഭ്രാന്തെന്ന് പറഞ്ഞ കാമഭ്രാന്താണെന്ന് മാത്രം. അല്ല, അതിനുള്ള മരുന്ന് ഞങ്ങളുടെ കയ്യിലുണ്ട്. അയ്യോ, അതിനുള്ള മരുന്ന് എന്റെ കയ്യിലുണ്ട്. ചേച്ചി നോക്കണം, കഴിഞ്ഞ 10 വർഷമായിട്ട് 3 നേരം മുടങ്ങാതെ അവൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഗുളികയായത്. ഒരു നേരം മുടങ്ങിയാ പിന്നെ ഇതുപോലെ എന്തെങ്കിലും കാണിച്ചുകൊണ്ടിരിക്കും. പോരാത്തതിനാ ഇഡിയറ്റ് ബ്രോക്കർ ദിനകരൻ എന്തൊക്കെയോ പറഞ്ഞ് പിടിപ്പിക്കുകയും ചെയ്തു. അവനാ ഇതിനൊക്കെ കാരണം അല്ലേ? എല്ലാവരും ക്ഷമിക്കണം, അവന് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കാം. എവിടെ അവൻ? ഈ ഗുളിക കൊടുക്കണം, അല്ലെങ്കിൽ പിന്നെ അവനിതാ അവിടെ ഉണ്ട്, പുകപ്പരയല്ലേ ഉടനായിട്ടിരിക്കുക. പോയി എടുത്തോ, ഇപ്പൊ നല്ല പരുവായി കാണും. അയ്യോ റോബി, റോബി, ഒന്നുകൊണ്ട് ഭയപ്പെടണ്ട, എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല. വണ്ടി ഇവിടെ വന്നിട്ടുണ്ടോ? നമുക്ക് പെട്ടെന്ന് പോവാം. അല്ല, എനിക്കിവിടെ ഒരു പെൺകുട്ടിയോട് ഒന്ന് സോറി പറഞ്ഞാൽ കൊള്ളാന്നുണ്ട്. സോറി, വണ്ടിയിലോട്ട് കയറി റോബി. അല്ല, ഞാൻ വരാൻ പറഞ്ഞു. ഒരു പൂച്ച ഒരിക്കൽ ചൂടുവെള്ളത്തിൽ വീണു, പിന്നൊരിക്കൽ പച്ചവെള്ളം കണ്ടപ്പോ അത് വഴിമാറിപ്പിക്കണം. എന്ന് വെച്ചാൽ വിശേഷ ബുദ്ധിയില്ലെന്ന് നമ്മൾ കരുതുന്ന ജന്തുക്കൾക്ക് പോലുമുണ്ട് ചെറിയൊരു വിശേഷ ബുദ്ധി. ഒരു സാമൂഹ്യ പരിഷ്കർത്താവ്. പല്ലും 32 ഇപ്പോഴും വായിക്കാത്ത തന്നെ ഉണ്ടാവോ. എന്നെ രക്ഷിക്കാൻ ഒരുത്തിനെയും ഞാൻ ക്ഷണിച്ചിട്ടില്ല. പക്ഷെ ഞാൻ വന്നില്ലായിരുന്നെങ്കിലേ ആ പുകപ്പുരക്കകത്തിരുന്ന് പഴി തളിഞ്ഞു പോയാൻ. തന്റെ ഈ വീമ്പ് പറച്ചിലിനേക്കാൾ സുഖാതായിരുന്നു. അറിയാം, രക്ഷിക്കാമെന്നത് തെറ്റായി പോയിന്നറിയാം. പക്ഷെ ജോലി ചെയ്ത കാശിന്റെ കണക്ക് തീർക്കണമല്ലോ. എത്രയും പെട്ടെന്ന് എന്നെ ഒഴിവാക്കിത്താ. എന്നിട്ട് ഇവിടെ നിന്ന് നാട് നന്നാക്കിയേ, തല്ലുകൊള്ളുകയെ, എന്ത് വേണേ ചെയ്തോ. ഇതാരടാ? ഇവനോട് 2 വർത്താനം പറഞ്ഞിട്ട് തന്നെ റോഡെന്താ കുടുംബ വകയാണെന്ന് വിചാരിച്ച? എന്താ? ഓ, സിസ്റ്റർമാരാണല്ലേ. ഏത് ചെകിട് പൊട്ടനാ വണ്ടി ഓടിക്കുന്നത്? ഹോൺ അടിച്ചാ കേക്കില്ലേ? ഇങ്ങോട്ട് ഇറക്കി വിട്. ഇറങ്ങടാ. ഓടിച്ചതും സിസ്റ്ററാണല്ലേ. ഈ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തപ്പോ റോഡ് നിയമങ്ങളൊന്നും പഠിച്ചില്ലേ? അതോ പുറകിൽ നിന്ന് ആര് ഹോൺ അടിച്ചാലും വഴി മാറി കൊടുക്കില്ലെന്നുള്ള അഹങ്കാരോ? ഇയാള് റോഡ് നിയമം പഠിച്ചിട്ടുണ്ടെങ്കിൽ ജീപ്പ് ഇങ്ങനെ കുറുകെ ഇടുവോ? ആഹാ, അത് കൊള്ളാം. തോന്നിയാസം കാണിച്ചതും പോരാ, പിന്നെ വർത്താനവും. എന്നാലേ ചെയ്ത തെറ്റിന് മാപ്പ് പറയാതെ ഈ വണ്ടി ഇവിടുന്ന് മാറില്ല. എങ്കിൽ പിന്നെ കളി പഠിച്ചിട്ട് തന്നെ പോവാം.